ഹായ് എവ്രി വൺ. സോ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട്ലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റീഡിങ്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പാർട്ട്ണറാണ്. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഷോർട്ട്സിൽ കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിറർ സെൽഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഫോർഗിവ്നെസ് ഉണ്ടായിരുന്നു, മേക്ക് ദ എഫർട്ട്. ഈ 3 കാർഡ്സ് ആയിരുന്നു ഷോർട്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. നമ്മൾ ചെയ്യുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പാർട്ട്ണർ. ഇതാണ് ഇന്ന് എനിക്ക് റീഡ് ചെയ്യാൻ ഇൻറ്റ്യൂട്ടീവ്ലി വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് കറൻറ്റ് ഫീലിങ്സ്? ബിഗ് പാർട്ട്ണർ നിങ്ങൾക്ക് ഫീമെയിലോ മെയിലോ എങ്ങനെ വേണമെങ്കിലും ആകാം കേട്ടോ. ഓക്കെ, കാണുന്ന വ്യൂവർക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പാർട്ട്ണർ ഏതാണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഓക്കെ, സോൾമേറ്റ് കാർഡ് ഉണ്ട്, ഡീപ്പ് കണ്ടംപ്ലേഷൻ ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, മാനിഫെസ്റ്റേഷൻസ് ഇതൊക്കെ കിട്ടിയ കാർഡാണ്. യൂണിയൻ കാർഡ് ഉണ്ട്, ട്രസ്റ്റ്, ടെലിപ്പതി, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി. ഇതിൽ കാണുന്നവർ ഒരു 2% ലൈക്ക് ഇപ്പോൾ 50% ആയിരിക്കാം സോൾമേറ്റ്സ്, അല്ലെങ്കിൽ 80% സോൾമേറ്റ് കണക്ഷൻസ് ഉള്ളവരാണ്. ആൻഡ് നിയർലി 20% മാത്രമാണ് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻസും ഉള്ളവരുണ്ട്. ഓക്കെ, ഡീപ്പ് പാഷൻ ഉണ്ട്, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ അവരുടെ യൂണിയൻ കാർഡ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ 10-10 പോർട്ടൽസ് വളരെ നല്ല പോർട്ടൽസാണ്. 10-10, 11-11 പോർട്ടൽ, 12-12 പോർട്ടൽ. ഇനി 3 പോർട്ടൽസും കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു 2024 സാറ്റേൺ റിട്രോഗ്രേഡ് എൻഡ് ആവുകയാണ്. മാക്സിമം കർമ്മ ഈ ഒരു ഇയർ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇനി വരുന്ന കർമ്മകൾ അത്ര ഉണ്ടാവില്ല, കാരണം സാറ്റേണിൻ്റെ ഇയർ ആയതുകൊണ്ട് നല്ല രീതിയിൽ കർമ്മ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. സഡൻ നല്ല കർമ്മ ഉണ്ടായിരിക്കും കേട്ടോ. പെട്ടെന്ന് ലോട്ടറി അടിച്ച ആൾക്കാരുണ്ടായിരിക്കും, ഫിനാൻഷ്യലി സ്റ്റേബിളായ ആൾക്കാരുണ്ടായിരിക്കും. ഈ ഒരു ഇയർ നിങ്ങൾ ശരിക്കും നിങ്ങളെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്ത ഇയർ ആണെന്നാണ് ഞാൻ പറയാം. കാരണം കുറേ സ്പിരിച്വൽ അവേക്കണിങ് കുറേ പേർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുള്ളത് പോലെയാണ് എനിക്കിവിടെ എനർജി വന്നിട്ടുള്ളത്. കാരണം അവർ ഭയങ്കര ഈഗോ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനായി നിൽക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ മെസ്സേജ് ചെയ്യണ്ടേ? അപ്പോൾ 2 പേരും ഈഗോയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂട്യൂബിൽ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ട് അവർ. നിങ്ങളുടെ കോൾ വരാനും ഒരു മെസ്സേജ് വരാനൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഓർമ്മ വരുന്നു, അവരുടെ തോട്ട് വരുന്നു, പഴയ തോട്ട്സ് വരുന്നു. ജസ്റ്റ് മെസ്സേജ് അയച്ചാലും അവർ പ്രൊഫൈൽ നോക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ചേസിങ് എനർജി വരുന്നുണ്ടായിരിക്കും. മേ ബി അവിടെ നിന്ന് വരുന്ന എനർജി ആയിരിക്കും നിങ്ങളെ ചേസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, മിറർ സെൽഫ്, ഇത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. മിറർ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പല പല ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ട്രോമ ഉണ്ടായിരിക്കും, ഷാഡോ വർക്ക്സ്. ഇതൊക്കെ മിറർ സെൽഫ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും മിററിങ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ അവരുടെ ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്തും അവരും നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. മിററിങ് ആണ്. 2 പേരും ഒരു കണ്ണാടി നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ അവരും പൊന്തിക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ ആ ഒരു മിററിങ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഇഷ്യൂസും മിററിങ് എക്സസൈസിലൂടെ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്തപ്പോൾ ഞാൻ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ശരിക്കും ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യാറ്. ഇന്നലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടും എനിക്ക് കർമ്മ മെഡിറ്റേഷൻസും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ഹീലിങ്ങിൻ്റെ ഒരു മെഡിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ കോൾ ചെയ്തിട്ട് ആളെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ അവൾക്ക് ഹീലായിട്ടുണ്ട്, നല്ല ചേഞ്ചസ് വന്നതായിട്ട് പറഞ്ഞു. കാരണം ആളുടെ കുറേ സപ്രസിങ് എനർജീസ് റിലീസ് ചെയ്ത് പോയി. ആൾ കുറേ കരയൊക്കെ ചെയ്തു. കാരണം നമ്മൾ കെട്ടി നിൽക്കുന്ന ആ ഒരു വെള്ളം കെട്ടി നിൽക്കുമ്പോൾ കൊതുക് വന്ന് പെരുക്കുന്ന പോലെ നമ്മുടെ എനർജീസ് ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഒന്നും വരില്ല നമ്മളിലേക്ക്, അസുഖങ്ങളൊക്കെ വരിക. അപ്പോൾ അതിനെ റിലീസ് ചെയ്ത് കളയുമ്പോഴാണ് എപ്പോഴും വെള്ളം ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിലാണ് എപ്പോഴും പ്യുവർ എനർജി ഉണ്ടാവുമെന്നാണ് പറയാം. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ വികാരങ്ങൾ വരുമ്പോൾ സപ്രസ് ചെയ്യാതെ ജസ്റ്റ് ഫീൽ ചെയ്യുക, റിലീസ് ചെയ്യുക. ഓക്കെ, സപ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഹെൽത്തിനൊക്കെ ഇഷ്യൂ വരും, മെൻ്റലി ട്രോമ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് അവർക്ക് ഡീപ്പായിട്ടുള്ള കണ്ടംപ്ലേഷൻസ് ഉണ്ട്. ഡീപ്പ് കണ്ടംപ്ലേഷൻസ് ഉണ്ട്. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് വേദനയ്ക്കാണ്, എന്താണ് ഞാൻ ഇങ്ങനെ കൊണ്ട് എൻ്റെ ലൈഫ് കൊളാക്കിയത്, അല്ലെങ്കിൽ ഞാൻ വളരെ മോശമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ എടുത്തു ചാടി ചെയ്തു പോയി. അപ്പോൾ സ്വന്തമായിട്ട് അവർ ഡീപ്പ് കണ്ടംപ്ലേഷൻസ് എന്താ അത്രയും ഡീപ്പറായിട്ട് അവർ വിഷമിക്കുന്നതാണ് കാണുന്നത്. കുറേ പേര് സോൾമേറ്റ്സ് ഉണ്ട്. എനിക്ക് ഈ സോൾമേറ്റ് കാർഡ് ഇങ്ങനെയും പറയാൻ തോന്നുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്.
നിങ്ങൾ തമ്മിൽ ആ ഒരു ആത്മാവിൻ്റെ പാതിയാണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ മാരേജ് ചെയ്ത് പോയിട്ടും നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ പേര്, നിങ്ങൾ കൊടുത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഫോണിൽ പെട്ടെന്ന് വരിക, ഇതൊക്കെ ശരിക്കും യൂണിവേഴ്സ് നിങ്ങളെ അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ലൈക്ക് നിനക്കൊരിക്കലും ഈ ഒരു കണക്ഷനിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല. ഞാൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ല പറയുന്നത് കേട്ടോ. ദിസ് ഇസ് പ്യൂർലി ഫോർ അത്രയും റിയൽ ആയിട്ടുള്ള സ്നേഹിക്കുന്ന റിയൽ ലവ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ്, ഇതിനൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പേഴ്സൺ ഇനിയിപ്പോൾ നല്ല ട്രൂ ലവ് ആണ്, അവർ നിങ്ങൾ വിട്ടു പിരിഞ്ഞു പോയി അല്ലെങ്കിൽ വേറെ മാരേജ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിൽ പോയിട്ടുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ കാണുന്നവർക്കുള്ള മെസ്സേജസ് ആണ് കേട്ടോ. അല്ലാതെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനല്ല ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് അത് രണ്ട് ഫാമിലിനെയും കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ശരിക്കും അത് നല്ല കാര്യമല്ല. ഓക്കെ, ചിലർക്ക് നല്ല കണക്ഷൻസ് ഉണ്ട്, യൂണിവേഴ്സുമായിട്ട് കണ്ടുമുട്ടിക്കുന്ന കണക്ഷൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു ക്ലയൻറ്റ് റീഡ് ചെയ്ത് കൊടുത്തപ്പോൾ യൂണിവേഴ്സുമായിട്ട് കണ്ടുമുട്ടിച്ച കണക്ഷൻസ് ആണ്. ബിക്കോസ് രണ്ടുപേർക്കും സോൾ പർപ്പസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് വരില്ല. അത് ശരിക്കും പ്യുവർ ഫിസിക്കൽ നീഡ് ആയിരിക്കില്ല. അവർക്ക് എത്ര അകലെയാണെങ്കിലും ആ ഒരു സോൾ കണക്ഷൻസ്, അത് സോൾ തമ്മിലുള്ള ടോക്ക്, ടെലിപ്പതി, അതിൽ ടെലിപ്പതിയാണ്, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി നന്നായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ കാർഡ് വന്നിട്ടുണ്ട്, ട്രസ്റ്റിൻ്റെ കാർഡുണ്ട്. അവർ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഈ കണക്ഷനെ. കാരണം ഇങ്ങനെ ഒരു ചുംബിക്കുന്ന ഒരു ഇത് ശരിക്കും ഈ ഒരു കിസ്സിങ് ശരിക്കും നല്ലൊരു റിയൽ ലവ് എന്താ പറയുക, അങ്ങനെ പറയാം നമ്മൾ. നെറുകിലും ചുംബിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സോളാണ് ഇരിക്കുന്നത് നെറുകിൽ. ആ നെറുകിലെ സോളിനെയാണ് അവർ ആ ഒരു കിസ്സിങ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രണയം സോൾ ശരീരത്തോടല്ല അവർക്കുള്ളത്, നിങ്ങളുടെ ആത്മാവിനോടുള്ള പ്രണയമാണ് അവർക്കുള്ളത്. ഓക്കെ, കുറേ പേർക്ക് സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കോമറ്റ് കണ്ടോ അല്ലെങ്കിൽ ഒരു വാൽനക്ഷത്രം വരുന്നത് സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. രാത്രി സമയത്താണ് കൂടുതലും ഈ കണക്ഷനെ പറ്റി അവർക്ക് പെയിൻ തരുന്നത് കേട്ടോ. ഒരു ഒറ്റയ്ക്കാവുന്ന സമയം ആ സമയമല്ലേ, അതുവരെ അവർക്ക് പല കാര്യങ്ങൾ എൻഗേജ് ചെയ്ത് പോവാം. പക്ഷെ രാത്രി ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള സെൽഫിലായിരിക്കും, ഫീലിങ്സ് ശരിയായിരിക്കും. പാഷൻ, ഭയങ്കര പാഷനേറ്റഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടെ. അത്ര പ്രണയമായിരുന്നു, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കണക്ഷൻസ് ആയിരുന്നു. പക്ഷേ പല കാരണം കൊണ്ട് അതിങ്ങനെ സെപ്പറേറ്റഡ് ആക്കി പോയി. പക്ഷേ ഇപ്പോഴും ആ ഒരു പാഷനേറ്റഡ് ആയിട്ടുള്ള ലവ് അവരുടെ ലൈഫിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടുള്ള പാഷൻ അവർക്ക് വേറെ മാരേജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്കെ ആയിരിക്കും, നമ്മൾ സോൾമേറ്റിനായിരിക്കും മാരേജ് ചെയ്തിട്ടുള്ള വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലവർക്ക്. എന്നാൽ പോലും ഈ ഒരു ഇഗ്നൈറ്റിംഗ് ആയിട്ടുള്ള പാഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് താങ്കളിൽ നിന്നാണ്, ഈ കാണുന്ന പാർട്ട്ണറിൽ നിന്നാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ദ യൂണിയൻ കാർഡ് ഉണ്ട്. യൂണിയൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഈ യൂണിയൻ ആവണമെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, കുറേ പേര് ട്വിൻ ഫ്ലെയിം ആണ് കരുതിയിരിക്കുന്നവരുണ്ട്, കുറേ പേര് ട്വിൻ ഫ്ലെയിംസ് അല്ല. ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ഉദ്ദേശിക്കുന്ന കുറേ അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയല്ല. നമ്മുടെ ഉള്ളിൽ ഭയങ്കര ആ വെളിവ് വരിൽ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അവരിൽ തന്നെ കണ്ടന്റ് ആയിരിക്കും. എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി യൂണിയൻ ആയോ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതുപോലും ചോദിക്കില്ല. കാരണം അവരിൽ ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ നോർമലി സ്പിരിച്വലി പോകുന്ന ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള പേഴ്സൺസ് ആണെങ്കിൽ നോർമലി ഒരാൾ പേഴ്സണെ കണ്ട് ആദ്യം പുഞ്ചിരിക്കുകയും ചെയ്യുക. അവരെ കാര്യങ്ങൾ ചോദിക്കാനോ പേഴ്സണൽ കാര്യം ചോദിക്കാനോ എവിടുന്നാണ് ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് സ്മൈൽ, ആ സ്മൈലിൽ തന്നെ ഒരു ഹീലിംഗ് എനർജി അപ്പുറത്തെ ആൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരിൽ വളരെ കണ്ടന്റ് ആയിരിക്കും. ഇന്നോ യൂണിയൻ. അപ്പോൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ ഇന്നോ യൂണിയൻ വരണം, എന്നാലും മാത്രമേ പുറത്ത് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ടർ യൂണിയൻ നടക്കുകയുള്ളൂ. ആദ്യം നമ്മളിൽ കണ്ടന്റ് ആവണം, ഡിവൈനുമായിട്ടും യൂണിയൻ ആയിരിക്കണം. നമ്മൾ ഇന്ന യൂണിയൻ ആയാൽ മാത്രമാണ് ഔട്ടർ യൂണിയൻസ് വരെയുള്ളൂ. ഓക്കെ, ആൻഡ് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി പറയുന്നുണ്ട്. അവർ കുറേ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജ് വരാനും നിങ്ങളായിട്ട് കോൾ ചെയ്യാനൊക്കെ. പക്ഷേ നേരിട്ട് വന്ന് പറയും ഈഗോ. ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഈഗോ ആണ് നിൽക്കുക. സെപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഈഗോ ആണ്, ശരിക്കും ഈഗോ ആണ് ബന്ധത്തെ തകർക്കുന്നത്. നിങ്ങൾ ആ ഈഗോനെ തകർക്കുമ്പോൾ ബന്ധം മെച്ചപ്പെടുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിലൊരു എഫേർട്ട് എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന് ഒരുമാതിരി ഒരു അൺസാറ്റിസ്ഫൈഡ് ലൈഫായിരിക്കും എനിക്ക് ഉണ്ടാവുക എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. കണ്ടോ, മേക്ക് ദ എഫേർട്ട്. അവർ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ആ ഒരു ട്രാൻസ് അല്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ അറിയാൻ സാധിക്കുന്നത്. ആൻഡ് എനിക്കിതിൽ പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ഈ കാണുന്നവർ ചെയ്യണം. ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ്. കൂടാതെ നിങ്ങൾ DMDF ബാലൻസിങ് ഒക്കെ ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലത്തെ ഫെമിനിൻ എനർജി ആൻഡ് മാസ്കുലിൻ എനർജി ബാലൻസ് ആകുമ്പോൾ അവർക്കും ആ ചേഞ്ചസ് വരിക ചെയ്യുക. ഓക്കെ, ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ആണ് പറയുന്നത്. നന്നായിട്ട് ഫോർഗീവ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇന്നലെ ഡിസൺ ഹീലിംഗ് ചെയ്തപ്പോൾ ഫോർഗിവ്നെസ് ആണ് ശരിക്കും ചെയ്യിപ്പിച്ചത്. അത് വളരെ എഫക്റ്റീവ്. ഫോർഗിവ്നെസ് കൊടുക്കും തോറും നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യാം. നമ്മൾ പോലും വിചാരിക്കാത്ത സിറ്റുവേഷനിൽ അവർ തിരിച്ചു വരികയാണ് ചെയ്യാം.
അതുപോലെ ഓരോ കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണ് എല്ലാം മാറും. നമുക്ക് ഈ ഫോർഗിവ്നെസ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കും ഒരാൾ ഫോർഗീവ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പം അവർക്കല്ല നമ്മൾ അവർക്ക് ഒരാൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നമ്മുടെ എനർജി ചാനൽസിലുമാണ് ആ മാറ്റങ്ങൾ വരും. കെട്ടപ്പെട്ട് നിൽക്കുന്ന എനർജീസ് റിലീസ് ചെയ്ത് പ്യുവർ ചാനലിങ് വരും. ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടും. ഈ ബ്ലഡ് സർക്കുലേഷൻസ് കൂടുമ്പോൾ തന്നെ ലൈഫ് ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ചിന്തകളും ശരീരവും സോളൊക്കെ ഭയങ്കര എന്താ പറയുക ഫില്ലായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യുക, മിറർ സെൽഫ് ചെയ്യുക. നല്ല രീതിയിൽ മിറർ എക്സസൈസ് ചെയ്യാനുണ്ട്. മിറർ എക്സസൈസിനെ കുറിച്ചിട്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മിറർ എക്സസൈസിന് ഉള്ള ഇതും ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ്റെയും DMDF ബാലൻസിങ്ങിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യും. എല്ലാവരോടും ഞാൻ പറയുന്നില്ല. നമുക്ക് ഈ വീഡിയോ കാണുന്നുണ്ടത് ഓരോ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂട്ടീവായിട്ട് വരുന്നതാണ് ഓരോ വീഡിയോ ഓരോ പാട്ടുകളൊക്കെ. അപ്പം അത് ഓരോരുത്തർക്കും അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നത് വെച്ചാൽ ഞാനല്ല, ശരിക്കും ഡിവൈനാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോ ഇടും അല്ലെങ്കിൽ ഇന്ന് ഈ കാര്യങ്ങൾ പറയുമെന്ന്. ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്ത് ഹീൽ ചെയ്യുമ്പോൾ ലൈഫിൽ മാറ്റം വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അതുപോലെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഞാൻ ഒരു ഏഞ്ചൽ മെസ്സേജസും കൂടി എടുത്തിട്ട് നിങ്ങളുടെ ഈ കണക്ഷനിൽ ഏഞ്ചൽസിൻ്റെ മെസ്സേജസും കൂടി എടുത്തിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്താണ് ഗൈഡൻസ് തരുന്നത് നമ്മുടെ ഏഞ്ചൽസ് നിങ്ങളുടെ കണക്ഷനിൽ പറയാനുള്ളത് നോക്കൂ. ഞാൻ ഈ കാർഡ് എടുത്തപ്പോൾ തന്നെ ഫോർഗിവ്നെസ് ആണ്. ഇതിലും ഫോർഗിവ്നെസ് വന്നിട്ടില്ല, ഞാൻ എടുത്തു വെച്ചതല്ല കേട്ടോ. കേട്ടോ ഫോർഗിവ്നെസ്. അപ്പോൾ നന്നായിട്ട് ഈ ചാനൽ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫോർഗിവ്നെസ് ചെയ്യാനുണ്ട്. ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യുക, എല്ലാവരോടും ഫോർഗിവ്നെസ് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ഫോർഗിവ്നെസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെന്താണ് നോക്കാം നമുക്ക്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. കുറേ പേർക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണ് റിലേഷൻഷിപ്പിൽ വരാറ്. ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നില്ല. കാരണം ഈഗോ വെച്ച് സംസാരിക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ത്രോട്ട് ചക്ര, നമ്മുടെ ത്രോട്ട് ചക്ര കംപ്ലീറ്റ് ആകുക. സംസാരിക്കാനുള്ളത് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഒരു കാർഡും കൂടി എടുക്കാം. ചൂസ് എ ന്യൂ ഡിറക്ഷൻസ്. പുതിയ പാത നിങ്ങൾക്ക് ഇത്ര നാളും നിങ്ങൾ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാറ്റമേ ഇല്ലെങ്കിൽ നിങ്ങൾ പാത മാറ്റി പിടിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വേ മാറ്റി പിടിക്കും. ദാറ്റ് മീൻസ് ഹീലിംഗ് ചെയ്യൂ എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കണ്ടോ, വെളിച്ചം കൊടുക്കുന്നുണ്ടോ ഈ ഒരു പേഴ്സൺ? വെളിച്ചം നമ്മുടെ ലൈഫിലെ വെളിച്ചം കൊണ്ടുപോകുക. ആൻഡ് ലെറ്റ് ഗോ, സറണ്ടർ. ഏതൊരു കണക്ഷനാണോ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ച് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മളിലേക്ക് വരേണ്ടതാണെങ്കിൽ അവർ വരും, അല്ലാത്ത നമ്മൾ പൊക്കോട്ടെ, അത് നമുക്ക് നല്ലതല്ല. പോകുന്നത് നമുക്ക് ഒരിക്കലും നല്ലതല്ല. നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ മെൻറ്റാലിറ്റിയിലേക്ക് പോവാം. ഓക്കെ, സോ ബോട്ടം നോക്കി നോക്കാം. നോട്ട് ദ റൈറ്റ് ടൈം. കുറേ പേർക്ക് ഇപ്പോൾ സമയം ശരിയല്ല, കാരണം നാളെ ഒക്ടോബർ ആണ്, ഇന്ന് സെപ്റ്റംബർ 30 ആണ്. നമ്മൾ 9 നിന്ന് 10 ചേഞ്ച് ചെയ്യാൻ പോവാം. 9 എന്ന് പറഞ്ഞാൽ കുറേ സൈക്കിൾസ് എൻഡ് ചെയ്യുകയാണ്. 10 എന്ന് പറയുന്നത് കംപ്ലീഷനാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ഇന്നർ വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10th മന്ത് ഒക്ടോബർ മന്തിൽ അത്രയും നല്ല എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇതിൻ്റെയൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടും. 10 മീൻസ് കംപ്ലീഷൻ, കർമ്മ ക്ലിയറിങ് ടൈമാണ്. 10 പോർട്ടൽസ് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ 10 പോർട്ടൽസ് ഒക്കെ വരാനായിട്ടുണ്ട്. 11 days കൊണ്ട് കഴിഞ്ഞാൽ 10 പോർട്ടൽസ് വരും. അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് കാർഡ് വന്ന പോലെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് സൂപ്പർബായിട്ട് മാറും. ഓക്കെ, സോ ഇതാണ് കാണുന്നത്. ഇന്നത്തെ റീഡിങ് കറൻറ്റ് ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എടുക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഫ്രീ റീഡിങ് ഉണ്ടാവില്ല കേട്ടോ, അത് മനസ്സിലാക്കണം. ഫ്രീ റീഡിങ് ചോദിച്ചു വരുന്നുണ്ട്. ഒരിക്കലും ഞാൻ ഫ്രീ റീഡിങ് ചെയ്യില്ല. മുന്നേ ഞാൻ ചെയ്തിരുന്നു, പക്ഷേ ഫ്രീ റീഡിംഗ് എന്ന് പറഞ്ഞ് വന്ന് എന്നെ നന്നായിട്ട് യൂസ് ചെയ്ത് പോകും. ഒരു ചോദ്യത്തിന് 10,000 ചോദ്യങ്ങൾ ചോദിക്കും. അതിനുശേഷം പിന്നെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാക്കണം. ഒരാൾ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്യരുത്. ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഒരു കാര്യം നമുക്ക് എന്താ പറയുക, ഒരു സാധനം വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടായിരിക്കില്ല. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും അതിനോടൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതും ടാരോ ഡിവിനിഷൻസ് ആണ്. എന്തും ഇത് മാത്രമല്ല, എന്ത് ചെയ്യുമ്പോഴും തൃപ്തിയോടെ കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മണി ഫ്ലോ കൂടും. ആ ഒരു പേഴ്സൻ്റെ മണി ഫ്ലോ വർദ്ധിക്കുകയാണ് ചെയ്യുക. ദിസ് ഇസ് എനർജി എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഇടുന്ന 10 മിനിറ്റ് ഉണ്ടെങ്കിൽ 10 മിനിറ്റിന് എനിക്ക് അത്രയും എന്താ പറയുക, അത്രയും പ്രഷ്യസ് ആണ് സമയം, അത്രയും പ്രഷ്യസ് ആണ്. അപ്പോൾ അത് മാനേജ് അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം റീഡ് ചെയ്ത് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. ഓക്കെ, സോ അതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് അതായിരുന്നു. അപ്പോൾ ടാരോ റീഡിങ്. അതുപോലെ വൺ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ മെസ്സേജ് അയക്കുന്ന സമയം മോർണിംഗ് 10 to ഈവനിങ് 5 ഉള്ളിലാണ്. ഒരു ഡേ 4 റീഡിങ്സ് ഞാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക്, ഇപ്പോൾ തന്നെ റീഡിംഗ് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് റീഡിങ് നോക്കാവുന്നതാണ്. കാരണം വളരെ ലോ എനർജിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ 2 days പ്രയർ കൊടുക്കണം. അല്ലെങ്കിൽ
കാർഡ്സിലും ആ ഒരു കൺഫ്യൂഷൻ എനർജീസ് അവരെ കറക്റ്റ് റീഡിങ് വരില്ല. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2 days കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റീഡ് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ എനർജി ഒന്ന് ഞാൻ പറയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരിക്കാൻ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറയാറുണ്ട്. കാരണം എനർജി സ്റ്റേബിൾ ആകുമ്പോഴാണ് കാർഡ്സിലും നല്ല രീതിയിലുള്ള മെസ്സേജസ് കറക്റ്റ് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ടൈമിങ് 10 to 5 വരെയാണ്. അതിനുശേഷം മാക്സിമം മെസ്സേജ് അയക്കാതിരിക്കും. കുറേ പേര് പുലർച്ചെ 2 മണി 3 മണിക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ആരും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഗൈഡൻസസ് ടാരോ റീഡിങ്ങിലൂടെയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. അതിനും ഒരു സമയമുണ്ട്, അതും ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഞാനിവിടെ റീഡിങ്സിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോൾസും വീഡിയോ കോൾസും ഒന്നും താല്പര്യമില്ല, ഞാൻ ചെയ്യൂല. ഞാനിപ്പോൾ 4 years ആയിട്ട് സ്പിരിച്വൽ ജേർണിയിൽ പോകുന്നത് കൊണ്ടും കോൾ ചെയ്യാറില്ല. ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്തേക്കാം. ബിക്കോസ് ഞാനും എൻ്റെ ഹീലിംഗ് ജേർണിയിലാണ്, ഞാനും കംപ്ലീറ്റഡ് ആയിട്ടില്ല, ഞാനും ഓൺ ഗോയിങ് ആയിട്ട് പോകുന്നതാണ്. അതെൻ്റെ സോൾ പർപ്പസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റീഡിങ്സ് ആയിട്ട് ചെയ്ത് തരുന്നത്. സോ അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, കുറച്ച് 2-3 പേര് മാത്രമാണ് ഇങ്ങനത്തെ ഒരു എനർജിയിൽ വരുന്നത്. ബാക്കിയുള്ളവർക്ക് അറിയാം അതെന്താണ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ റീഡിങ്സ് എടുക്കാം. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വളരെ എഫക്റ്റീവാണ് കേട്ടോ. 7 days ഹീലിംഗ് ആണ്. ഇന്നലത്തോടെ ഒരു കുട്ടിയുടെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ടാരോ കോഴ്സ് October 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടാരോ പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ടാരോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലൈഫ് ടൈം ഒരു പ്രാവശ്യം പഠിക്കണം. കാരണം ടാരോ ശരിക്കും ഒരു പേഴ്സണൽ ലൈഫ് ജേർണീനെയാണ് പറയുന്നത്. ഫുൾ തൊട്ടിട്ട് വേൾഡ് വരെയാണ് മേജർ ആർക്കാന കാർഡ്സ്. ആ ചെറിയ കുട്ടി പല ലെസൺസ് പഠിച്ച് അവൻ പല കാര്യങ്ങൾ പഠിച്ച് പോകുന്ന ഒരു ജേർണിയാണ് പറയുന്നത്. മൈനർ ആർക്കാനയിലേക്ക് വരുമ്പോൾ അത് വേറെ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സും കുറേ ശരിക്കും ടാരോ പഠിപ്പിക്കുമ്പോൾ തന്നെ കുറേ ഗൈഡൻസസ്, നമുക്കുമുള്ള ഗൈഡൻസസും കുറേ എക്സ്പീരിയൻസസും അതിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം. ആരും നിർബന്ധിക്കില്ല. നമുക്ക് സോളിൽ തോന്നുന്നു എനിക്ക് പഠിക്കണം, ഈ ഒരു പേഴ്സണിൽ നിന്ന് പഠിക്കണം. അത് എൻ്റെ അടുത്ത് മാത്രമായിരിക്കില്ല, നമുക്ക് തോന്നുമല്ലോ ഓരോരുത്തർ എനർജി ടാപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ 10 പോർട്ടൽസ് വരുന്നുണ്ട്. അപ്പോൾ നാളെ October ആണ്. അപ്പോൾ നമുക്ക് October പുതിയൊരു റീഡിങ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് റീഡിങ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് പേഴ്സൺ ആണ്. എനിക്ക് പെട്ടെന്ന് ഷോർട്ടായിട്ട് നിർത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നും. മേ ബി സ്പിരിച്വൽ ജേർണി വന്നതിന് ശേഷമാണെന്ന് അറിയില്ല ഇത്രയും ടോക്ക് ഞാൻ മുന്നേ അങ്ങനെ സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് കുറേ മെസ്സേജസ് പാസ് ചെയ്യാൻ നമുക്ക് ഡൗൺലോഡ്സ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ വെരി ഷോർട്ട് റീഡിങ് വേണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് കാണാം. ലോങ് വീഡിയോയിൽ കുറച്ചധികം പറഞ്ഞു തരാനുണ്ടായിരിക്കും. അത് പറഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ യൂണിയനൊക്കെ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ഇന്നോവോക്ക് ചെയ്യുക എല്ലാവരും. ഫോർഗിനസ് മെഡിറ്റേഷൻസ് എന്തായാലും ചെയ്യുക. കാരണം 2 പ്രാവശ്യമാണ് നമുക്ക് ഫോർഗിനസിൻ്റെ കാർഡ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് അത് ഷുവറായിട്ട് പറയുന്ന കാര്യമാണ്. കണ്ടോ, ഫോർഗിനസ് ഇതിലും ഫോർഗിനസ് കാണിക്കുന്നുണ്ട്. ഫോർഗിനസ് മെഡിറ്റേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈഫിൽ ചെയ്യണം. എല്ലാവരും ഫോർഗീവ് ചെയ്യുക. ഈ ഒരു ജന്മം മാത്രമല്ല, പല ജന്മങ്ങളിലും നമുക്ക് ക്ഷമ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. ചിലർക്ക് രാത്രി ഉറക്കം കിട്ടാത്തത് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഒന്നുമില്ല, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. മേ ബി നിങ്ങളുടെ ഏതെങ്കിലും ലൈഫ് ടൈമിൽ ആരെങ്കിലും മർഡർ ചെയ്യുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കത്തിനും ഇൻസോമനിയ വരുന്നത്. സ്പിരിച്വലി പറയുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡിൽ കുറേ ഡാറ്റാസ് ഉണ്ട്. അതൊക്കെയാണ് മാറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫിലും ചേഞ്ചസ് വരിക. വേണ്ടാത്തത് മാറ്റണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹീലിങ്സ് വേണം. ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ട്രോമയൊക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എടുത്തു കഴിഞ്ഞാൽ 7-10 days നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എങ്ങനെയാണോ ഇനിയും നമുക്ക് അറിയാൻ പറ്റില്ല. എത്രയും ഡീപ്പറായിട്ടുള്ള ട്രോമയാണെങ്കിൽ നമുക്ക് 30 days വരെ നമുക്ക് പിന്നെ എന്താ പറയുക ഗൈഡായിട്ടുള്ള മെഡിറ്റേഷൻസും ഹീലിങ്സും ഒക്കെ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് റെസനേറ്റ് ആയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തോന്നിയില്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ, നോ ഫൈൻ. പക്ഷെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാതിരിക്കുക. കാരണം അതിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ആ എനർജീസ് വന്ന് ടാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.